കുമളിയിൽ 5 വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാർ, പിതാവും രണ്ടാനമ്മയും കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്നു. ശ്രീകാന്ത് വിവരങ്ങൾ മറ്റുന്നു. ശ്രീകാന്ത്, പ്രോസിക്യൂഷൻ എത്രത്തോളം ശക്തമായിരുന്നു അതുകൊണ്ട് ഏതാണ്ട് പ്രതീക്ഷിത വിധി തന്നെയല്ലേ അത്? എന്തായിരുന്നു കോടതി വിധിയുടെ വിവരങ്ങൾ? ശ്രീകാന്ത്. അഷ്മി, അല്പസമയം മുമ്പാണ് സുപ്രധാനമായ ഏറെ വിവാദമായ കൂളിളക്കമുണ്ടാക്കിയ ചർച്ച ചെയ്ത കേരളം കാത്തിരുന്ന വിധി എത്തിയിരിക്കുന്നത്. ഈ കുമളിയിൽ 5 വയസ്സുകാരന് ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതികളെ കോടതി കേൾക്കുകയാണ്. പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവർ നേരത്തെ പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളിലും പ്രതികൾ കുറ്റക്കാരാണെന്ന് നിലവിലിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി പ്രതികളോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതികൾ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ നാൾവഴികളിലേക്ക് പോവുകയാണെങ്കിൽ ഹഷ്മി, കേരളത്തെ ഏറെ ഞെട്ടിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കാരണം ഒരു 5 വയസ്സുകാരനെ അതിക്രൂരമായി നിഷ്ഠൂരമായി മർദ്ദിച്ച സംഭവം. അതിനുശേഷം സർക്കാർ ആ കുട്ടിയെ ഏറ്റെടുക്കുന്നു, ചികിത്സ നൽകുന്നു, ഒരു ആയയെ ഏർപ്പെടുത്തുന്നു. ആ ആയയും ആ കുട്ടിയും തമ്മിൽ അമ്മയും മകനും പോലെയുള്ള ബന്ധത്തിലേക്ക് എത്തുന്നു. അത്രയധികം കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞ ചർച്ച ചെയ്ത വിഷയത്തിലാണ് ഈ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ എന്ത് ശിക്ഷയാണ് ഈ 2 പേർക്കും വിധിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണണം. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 2-3 മിനിറ്റായിട്ടേ ഉള്ളൂ ഈ ശിക്ഷാവിധി പുറപ്പെടുവിച്ചിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ നാൾവഴിയിലേക്ക് പോവുകയാണെങ്കിൽ 2013 ജൂലൈ 15 അബോധാവസ്ഥയിൽ ഷെഫീഖ് എന്ന 5 വയസ്സുകാരനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. കുട്ടിയുടെ ദേഹത്തെ മുറിപ്പാടുകളും ക്ഷതങ്ങളും ഡോക്ടർമാരിൽ സംശയം ജനിപ്പിക്കുന്നു. പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ ചേർന്ന് ഷെഫീഖിനെ മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യം പിന്നാലെ തിരിച്ചറിയുന്നു. തലച്ചോറിലെ അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ഷെഫീഖിനെ വെല്ലൂരിലെ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുന്നു. ഷെഫീഖിന്റെ ചികിത്സയുൾപ്പെടെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നു. 2013 ഓഗസ്റ്റ് 15 ഷെഫീഖിനെ പരിചരിക്കാൻ അംഗനവാടി ഹെൽപ്പറായിരുന്ന രാഗിണിയെ താൽക്കാലികമായി സർക്കാർ നിയോഗിക്കുകയും ചെയ്യുന്നു. 2014 അപകടനില തരണം ചെയ്ത ഷെഫീഖിനെ സർക്കാർ സംരക്ഷണയിൽ പരിചരിക്കാനായി തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നു. 2016 കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. 1-ാം പ്രതി ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അനീഷ 2-ാം പ്രതിയുമായാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ IPC 323, 324, 326, 307 വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. 2021 കേസിന്റെ വിചാരണ ആരംഭിച്ചു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ മെഡിക്കൽ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് ഏറെ നിർണായകമായത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് ഈ വിധി പ്രസ്താവിക്കുന്നത്. അതായത് ഇരുകാലി മൃഗങ്ങൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നിഷ്ഠൂരമായി മകനെ മർദ്ദിച്ച പിതാവും അത് കൂടുതൽ ആ കുഞ്ഞിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച രണ്ടാനമ്മയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇരുകാലി മൃഗങ്ങളെന്ന അക്ഷരം തെറ്റാതെ 2 പേരെയും വിളിക്കാം. കോടതി മുറിയിൽ ഇപ്പോൾ അവരുണ്ട്. ആ ശിക്ഷ അവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്താണ് അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷയെന്ന് വൈകാതെ അറിയാം. എന്നിട്ട് ശ്രീകാന്ത്, അപസ്മാരം ഉണ്ടായി, ആ കുട്ടി കട്ടിൽ താഴേക്ക് വീണു, കുട്ടിയുടെ കൈയെത്താത്ത സ്ഥലങ്ങളിലൊക്കെ പൊള്ളലേറ്റത് കുട്ടി തന്നെ പൊള്ളിച്ചതാണ് തുടങ്ങിയുള്ള അതിവിചിത്രമായ ഒറ്റ നോട്ടത്തിൽ തന്നെ നിലനിൽക്കാത്ത വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ആ വ്യവഹാര കാലയളവിൽ കണ്ടതാണ്. അതിനുശേഷം ആ ഷെഫീഖ് ആരാണെന്ന് പോലും അറിയാതെ രാഗിണി എന്ന് പറയുന്ന ആയ 11 വർഷമായി കൂടെ ഉണ്ട് കേട്ടോ. രാഗിണി അവരുടെ ജീവിതം ഈ പറയുന്ന ഷെഫീഖ് എന്ന് പറയുന്ന രണ്ടാനമ്മയും അമ്മയും കൂടെ ക്രൂരമായി മർദ്ദിച്ച് ആ പരുവത്തിലാക്കിയ, ഈ ജീവച്ഛവം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന പരുവത്തിലാക്കിയ ഒരു മനുഷ്യന് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടി ജീവിതം ഇടപെട്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇപ്പോൾ ജീവിതത്തിലേക്ക് അതിശക്തമായി മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഷെഫീഖ്. കഴിഞ്ഞ തവണ പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ രാഗിണി എന്ന് പറയുന്ന ഒരായ അവരുടെ ജീവിതത്തിൻ്റെ സർവസ്വം 11 വർഷങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന വലിയ ഒരു ത്യാഗത്തിൻ്റെ ഒരു വലിയ പിന്നാമ്പുറ ചരിത്രമൊക്കെ അതിലുണ്ട്. ശ്രീകാന്ത്, ശിക്ഷാവിധി കേൾക്കുമ്പോൾ ക്രൂരന്മാരായ പ്രതികൾക്ക് എന്തെങ്കിലും ഭാവഭേദമുണ്ടായോ? ഹഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ പട്ടിണിക്കിട്ടും അതിക്രൂരമായി മർദ്ദിച്ചും ഈ കുഞ്ഞിന് നേർക്ക് അവർ കാണിച്ച ദ്രോഹത്തിന്, ഈ കുഞ്ഞിന് നേർക്ക് അവർ കാണിച്ച ക്രൂരതയ്ക്ക് സമാനതകളില്ല എന്ന് തന്നെ പറയാം.
തീർത്തും ഭാവഭേദങ്ങളില്ലാതെയാണ് ഇരുവരും വിധി കേൾക്കാനെത്തിയത്. രാവിലെ ഓട്ടോറിക്ഷയിൽ കോടതിയിലേക്ക് വന്നിറങ്ങി, നേരെ കോടതി മുറിയിലേക്ക് കയറി നിന്നു, തങ്ങളുടെ ഊഴം കാത്തു നിന്നു. ഇതിനിടയിൽ കോടതി ഒരു തവണ കേസ് വിളിച്ചു. പിന്നീട് അത് 12 മണിക്ക് വിധി പറയാനായി മാറ്റിവെച്ച് ഈ കുറ്റക്കാരാണെന്ന് പോലീസ് പ്രോസിക്യൂഷൻ ചുമത്തിയ വകുപ്പുകളിൽ എല്ലാത്തിനുമേൽ അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അപ്പോഴും ഭാവഭേദമില്ലാതെയാണ് ഇരു പ്രതികളും നിന്നത്. കൂപ്പുകൈകളുമായി കോടതിക്ക് മുന്നിൽ ഇരുവരും നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇരുവർക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിന് യാതൊരു തരത്തിലും തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം ആ കുഞ്ഞ് അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചിരുന്നു. കാരണം തലയ്ക്ക് മർദ്ദനമേറ്റു, തലയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അതിനുശേഷം കുഞ്ഞിന് അപസ്മാരമടക്കമുണ്ടായി. കൂടുതൽ നാൾ, വളരെയേറെ നാൾ ചികിത്സയിൽ കുഞ്ഞ് തുടരേണ്ടി വന്നു. അതിനുശേഷമൊക്കെയാണ് ഒരു തിരിച്ചുവരവ് ഉണ്ടായത്. കോമ സ്റ്റേജിലേക്ക് വരെ പോകുന്ന സാഹചര്യമുണ്ടായി. അതായത് കൈകാലുകളൊക്കെ ഒന്ന് അനങ്ങിക്കിട്ടാൻ കുറേ അധികം നാൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ 11 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് നിലവിലിപ്പോൾ ഈ ശിക്ഷ വന്നിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളം കാത്തിരുന്ന ശിക്ഷാവിധി വന്നിരിക്കുന്നു. ഇരു പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പിതാവും മാതാവും കുറ്റക്കാരാണ്. ഭാവഭേദങ്ങളില്ലാതെ തൊഴുകൈകളോടെ, കൂപ്പുകൈകളോടെ കോടതി മുറിയിൽ നിൽക്കുകയാണ് പ്രതികൾ രണ്ടുപേരും. ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു ഇരു പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ളത്. അത് സ്വാഭാവികമായും കേരളം മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ്. ആ ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് കണ്ടിരിക്കാനാകില്ല. മനസ്സ് മരവിച്ചു പോകുന്ന കാഴ്ചകളായിരുന്നു, ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ദേഹമാസകലം പൊട്ടി അടർന്ന രീതിയിൽ, തല്ലുകൊണ്ട് പൊട്ടിയടർന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. ആ കേസിൽ ഇരുകാലി മൃഗങ്ങൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്ത് ശിക്ഷ നൽകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അല്പസമയത്തിനകം അത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. നിലവിലിപ്പോൾ ആ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അവർ കോടതി മുമ്പാകെ സംസാരിക്കുകയാണ്. ശ്രീകാന്ത്, ഇരുകാലി മൃഗങ്ങൾ എന്ന് പറയുന്നതും ശരിയല്ലോ. ഏതെങ്കിലും ഒരു മൃഗം അതിൻ്റെ കുഞ്ഞിനെ ഒരു കാരണവുമില്ലാതെ ഇത്തരത്തിൽ വെറുതെ മർദ്ദിക്കുക, ഇത്രത്തോളം ക്രൂരമായി ഉപദ്രവിക്കുക തുടങ്ങിയ ദുഷ്ടപ്രവൃത്തി ഒരു മൃഗവും ഇന്നതായി ചെയ്താൽ നമ്മുടെ അറിവിലില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അത്രത്തോളം മനസ്സ് ക്രൂരമായിരിക്കണം, കല്ലായിരിക്കണം. കാര്യം ആ ഓമന കുഞ്ഞിന് 4.5 വയസ്സുള്ള സമയത്താണ്, 4.5 വയസ്സുള്ള സമയത്താണ് അതിനെ ചെയ്യാൻ ഇനി ബാക്കിയില്ല. അതിനെ പരമാവധി ഉപദ്രവിക്കൽ, പരമാവധി പൊള്ളിക്കൽ, പട്ടിണിക്കിടൽ, നിരന്തരം മർദ്ദിക്കൽ, തലക്കടിക്കൽ, അങ്ങനെ എന്താണ് ഒറ്റയടിക്ക് കൊല്ലുക എന്നതിനപ്പുറം ഇഞ്ചിഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ള അങ്ങേയറ്റത്തെ ക്രൂരമായ വല്ലാത്ത മനോഗതിയിൽ വികാരത്തിൽ ചെയ്തു കൂട്ടുകയായിരുന്നു. അത് 2013 പുറം ലോകം അറിയുന്നത്. അതിനുശേഷം അത് കേരളത്തിന് ഞെട്ടലും കേരളത്തിന് വേദനയുമായി മാറി ഷെഫീഖ്. പിന്നെയും പറയാൻ തോന്നുന്നത് പോറ്റമ്മയായി കഴിഞ്ഞ 11 വർഷവും ഷെഫീഖിനെ കൂടെ നിൽക്കുന്ന രാഗിണിയെപ്പറ്റി തന്നെയാണ്. ഏറ്റവും ഒടുവിൽ സർക്കാർ ഒരു ജോലി വാഗ്ദാനമൊക്കെ രാഗിണിക്ക് നൽകുന്നുണ്ടായിരുന്നു. അത് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സംയോജിത ശിശു വികസന പദ്ധതി അറ്റൻഡറായി രാഗിണിയെ സർക്കാർ നിയമിച്ചു. പക്ഷേ അന്നും ഷെഫീഖിൻ്റെ അപേക്ഷിച്ച് ജോലിയിൽ പ്രവേശിക്കില്ലെന്നൊരു നിലപാട് രാഗിണി സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് എന്താണ് എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ 11 വർഷമായി അവിവാഹിതയായ രാഗിണി ഷെഫീഖിനൊപ്പം ഒരു തണൽ പോലെ, അവൻ്റെ അമ്മയെപ്പോലെ. അപ്പോൾ രണ്ടാനമ്മ കാണിച്ച അങ്ങേയറ്റത്തെ അതിക്രമത്തിന് അവൻ്റെ അമ്മയെപ്പോലെ രാഗിണി കൂടെ നിൽക്കുകയാണ് ഇപ്പോഴും. ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചു. എന്നേക്കാൾ കൂടുതൽ ഈ പ്രതികൾക്ക് ശിക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റിനുണ്ട്, നാടിനുണ്ട് എന്നൊക്കെ രാഗിണി വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്തും രാഗിണി വാർത്ത കേൾക്കുമ്പോൾ ഉറപ്പായും സന്തോഷിക്കുന്നുണ്ട്. ഷെഫീഖ് എന്ന് പറയുന്ന ആ പാവം മോന് അത് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനുള്ള മാനസിക നിലയുണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും കേരളത്തിന് വലിയ സന്തോഷമാകുന്നു ഈ ദിവസം. വിധി 11 വർഷത്തിന് ശേഷമാണ്. ഏതെങ്കിലും പരമാവധി ഒഴിഞ്ഞു മാറിപ്പോകാൻ പരമാവധി ശ്രമിച്ചു ഷെഫീഖിൻ്റെ പിതാവും രണ്ടാനമ്മയും. അപസ്മാരം വന്നതാണ്, കുട്ടി കട്ടിലിന് തന്നെ താഴേക്ക് വീണതാണ് എന്നൊക്കെയുള്ള പല വിഫലവാദങ്ങളും ഉന്നയിക്കാൻ ഉയർത്താൻ ശ്രമിച്ചു. അതൊന്നും കോടതിയിൽ വിലപ്പോയില്ല. എന്തായാലും അതിൽ രാഗിണിയുടെ നമ്മൾ നേരത്തെ കണ്ടു, രാഗിണിയുടെ ആദ്യ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. വിധിക്ക് ശേഷമുള്ള ഇവർ കുറ്റക്കാരാണ് എന്ന വിധിക്ക് ശേഷമുള്ള രാഗിണിയുടെ പ്രതികരണം കൂടി ഈ സമയത്ത് പ്രസക്തമാണ്. മാത്രമല്ല കുറ്റക്കാരാണെന്ന് വിധിക്കുന്നുണ്ട് പൂർണ്ണമാകുന്നില്ല, അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ കൂടി വാങ്ങിക്കൊടുക്കുമ്പോഴാണ് പ്രോസിക്യൂഷൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത്.